ഫൈനൽ സെഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, എൻഡോഴ്സ്മെൻ്റ് ഉണ്ട്, ഡെലിവറി എന്താണെന്നൊക്കെ ഉള്ളത് നോക്കി. ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയുകയാണ്. അത് ഇത്രയും ക്ലാസ്സിൽ നിങ്ങൾക്ക് പറയാത്തൊരു കാര്യം, പക്ഷേ എല്ലാ പി പി ടിയിലും എല്ലാ സെഷനിലും നമ്മൾ പറഞ്ഞു പോയ കുറച്ച് വാക്കുകളുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ആണ്. അത് ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി ക്ലിയർ ആവുള്ളൂ എന്നുള്ളൊരു ധാരണയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. നിങ്ങൾ ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്നൊക്കെ നമ്മൾ ഇത്രയും സെഷനിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്താണ് ഹോൾഡർ എന്ന് നോക്കാം. ഹോൾഡർ സെക്ഷൻ 8 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881 ആണ് ഹോൾഡർ എന്ന് പറഞ്ഞ ഒരു വേർഡിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ആരാണ് ഹോൾഡർ എന്ന് പറയുന്നത് സെക്ഷൻ 8 അപ്പോൾ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പേഴ്സൺ ഹു ഈസ് എൻറ്റൈറ്റിൽഡ് ഇൻ ഹിസ് ഓൺ നെയിം to the possession thereof and to receive or recover the amount due thereon from the parties liable thereto. ഇതാണ് ഡെഫിനിഷൻ ഹോൾഡറിൻ്റെ. എനി പേഴ്സൺ ഹൂ ഈസ് എൻറ്റൈറ്റിൽഡ് ഇൻ ഹിസ് ഓൺ നെയിം ടു ദ പൊസഷൻ thereof and to receive or recover the amount due thereon from the parties liable thereto. ഇതിൻ്റെ സിമ്പിൾ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഹോൾഡർ? ഒരു വ്യക്തി. ആ വ്യക്തിക്ക് ലീഗലി എൻറ്റൈറ്റിൽഡ് ആയിരിക്കണം എന്ത്? അതിൻ്റെ പൊസഷൻ, ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പൊസഷൻ. മാത്രമല്ല അതിൽ പറഞ്ഞേക്കുന്ന എമൗണ്ട്, അതിൽ പറഞ്ഞേക്കുന്ന പാർട്ടികളുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യാനും റിക്കവർ ചെയ്യാനുള്ള റൈറ്റ്, ആ ഒരു എൻറ്റൈറ്റിൽമെൻറ്റ് അതാർക്കാണോ അയാളെയാണ് എന്ത് വിളിക്കുക? ഹോൾഡർ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ബെയറർ ചെക്ക് അല്ലെങ്കിൽ ബെയറർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യത്തിൽ ഹോൾഡർ ഈസ് ബെയറർ ഓർ പൊസസർ. ആരാണോ പൊസസ് ചെയ്യുന്ന, ആരാണോ ചെക്ക് ബെയർ ചെയ്യുന്ന അയാളെയാണ് ഹോൾഡർ എന്ന് വിളിക്കുക. ഇനി ഓർഡർ ചെക്കിൻ്റെ കാര്യത്തിൽ ആരുടെ പേരാണോ അതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്, പേ ടു എ, അങ്ങനെ ഒരു പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓർഡർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരിൽ മെൻഷൻ ചെയ്തേക്കുന്ന ആൾക്കാണ്. ഇനി എൻഡോഴ്സ് ചെയ്തേക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും? എൻഡോഴ്സി ആയിരിക്കും അല്ലേ. ഇനി ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആരാന്ന് സെക്ഷൻ 9 ഡിഫൈൻ ചെയ്തേക്കുന്നത്. എന്താ അതിൻ്റെ ഡെഫിനിഷൻ? എനി പേഴ്സൺ ഹൂ ഫോർ കൺസിഡറേഷൻ, ഇവിടെ നോക്കേണ്ട ഒരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ കൺസിഡറേഷനാണ്. ഹോൾഡറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ആ ഒരു വേർഡ് ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എനി പേഴ്സൺ ഹൂ ഫോർ കൺസിഡറേഷൻ ബിക്കെയിം ദ പൊസസർ ഓഫ് എ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക്, അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ഇഫ് പേയബിൾ ടു ബെയറർ ഓർ ദ പേയി ഓർ എൻഡോഴ്സി ദെയർ ഓഫ് ഇഫ് പേയബിൾ ടു ഓർഡർ. പേയബിൾ ടു ബെയറർ ആണെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് പൊസസ് ചെയ്താൽ മതി, ഹോൾഡ് ചെയ്താൽ മതി. ഇനി പേയി ആണ്, എൻഡോഴ്സി ആണെങ്കിൽ അത് പേയബിൾ ടു ഓർഡർ ആണ് അല്ലേ. അപ്പോൾ പേയബിൾ ടു ഓർഡർ ഇൻസ്ട്രുമെൻറ്റ്സ് ആകുമ്പോൾ പേയി അല്ലെങ്കിൽ എൻഡോഴ്സി ആണ്. ബിഫോർ ദ എമൗണ്ട് മെൻഷൻ ഇൻ ഇറ്റ് ബിക്കെയിം പേയബിൾ, അതായത് അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിന് മുന്നേ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൽ സ്പെസിഫൈ ചെയ്യുന്ന മെച്യൂരിറ്റി ഡേറ്റിന് മുന്നേ പൊസസ് ചെയ്യണം. ഓക്കെ, വിത്തൗട്ട് ഹാവിങ് സഫിഷ്യൻറ്റ് കോസ് ടു ബിലീവ് ദാറ്റ് എനി ഡിഫക്റ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ടൈറ്റിൽ ഓഫ് ദ പേഴ്സൺ ഫ്രം ഹൂം ഹി ഡിറൈവ്ഡ് ഹിസ് ടൈറ്റിൽ. ഇങ്ങനെ ഒരു വ്യക്തിനെയാണ് എന്ത് പറയുക? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുക. നമുക്ക് ആ ഡെഫിനേഷൻ ഒന്ന് ബൈഫക്കേറ്റ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഹി മസ്റ്റ് ഹാവ് ബിക്കം ദ ഹോൾഡർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ആദ്യം ഹോൾഡർ ആവണം. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണം എന്നുണ്ടെങ്കിൽ ആദ്യം ഹോൾഡർ ആവണം. ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഷുഡ് പൊസസ് ആൻഡ് ഹി ഷുഡ് ബി ഏബിൾ ടു റിക്കവർ ആൻഡ് റിസീവ് ദ എമൗണ്ട് ഫ്രം ദ പാർട്ടീസ് മെൻഷൻ ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്. ആദ്യം ഹോൾഡർ ആവണം. ബെയർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യത്തിൽ ബെയറർ ആവണം. ഓർഡർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പേയിയോ എൻഡോഴ്സിയോ ആവാം. ഓക്കെ, അപ്പോഴാണ് ഹോൾഡർ ആവുക. ഇനി ഹി മസ്റ്റ് ഹാവ് അക്വയർഡ് ദ ഇൻസ്ട്രുമെൻറ്റ് ബിഫോർ ദ ഡേറ്റ് മെൻഷൻ ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് ബിക്കം പേയബിൾ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ എന്നാണോ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പേയബിൾ ആവേണ്ടത് അല്ലെങ്കിൽ അതിൽ പറഞ്ഞേക്കുന്ന എമൗണ്ട് പേയബിൾ ആവേണ്ടതെന്നൊരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സ്പെസിമെൻ പറഞ്ഞപ്പോൾ അതിൽ ഓരോ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ചെക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ 3 മാസം കാലാവധിക്കുള്ളിൽ ചെയ്യണം. അപ്പോൾ അതിനു മുന്നേ പൊസഷൻ കിട്ടിയ ഒരു വ്യക്തിയായിരിക്കണം, പൊസഷൻ കിട്ടണം എന്നാണ് സെക്ഷൻ 9 പറയുന്നത്. ഇനി ഹി മസ്റ്റ് ഹാവ് ഒബ്റ്റെയിൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഫോർ വാല്യുവൽ കൺസിഡറേഷൻ. ഹോൾഡറിൻ്റെ കാര്യത്തിൽ കൺസിഡറേഷൻ വേണമെന്ന് പറഞ്ഞില്ല അല്ലേ ഡെഫിനിഷനിൽ. പക്ഷേ സെക്ഷൻ 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കാര്യത്തിൽ ആ ഇൻസ്ട്രുമെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ അതിന് പകരം എന്തെങ്കിലും ഒരു വാല്യുബിൾ കൺസിഡറേഷൻ കൊടുത്തിട്ടായിരിക്കണം ആ ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് കിട്ടേണ്ടത്. ഓക്കെ, ഇനി ഹി മസ്റ്റ് ഹാവ് ഒബ്റ്റെയിൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് റീസൺ ടു ബിലീവ് ദാറ്റ് എനി ഡിഫക്റ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ടൈറ്റിൽ ഓഫ് ദ ട്രാൻസ്ഫർ. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് റിസീവ് ചെയ്ത് എങ്ങനെയാണ്? ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ അപ്പാരൻ്റ്ലി ഒരു റീസണും ഇല്ല ഡിഫക്റ്റീവ് ആണെന്ന് വിചാരിക്കാൻ, അല്ലെങ്കിൽ അത് ഫോർജ് ചെയ്താണ്, ഫ്രോഡ് ഉണ്ടെന്നൊന്നും വിചാരിക്കാൻ വാലിഡ് റീസൺസ് ഇല്ല. നമ്മൾക്ക് നേരിട്ട് നോക്കിയിട്ട് ആ ഇൻസ്ട്രുമെൻറ്റ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അതിൽ എന്തെങ്കിലും ചതിയോ ഡിഫക്റ്റോ ഉണ്ടെന്ന്. അങ്ങനെ ഒരു ഗുഡ് ഫെയ്ത്തിൽ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം. അപ്പാരൻ്റ്ലി
എന്താ പറയുക ഡിഫക്റ്റ് ഇല്ല എന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ ഫോർജ് ചെയ്തായിരിക്കാം, ഫ്രോഡുള്ളതായിരിക്കാം, ഫ്രോഡ് പറ്റിയതായിരിക്കാം. പക്ഷേ നമ്മൾക്ക് നോക്കുമ്പോൾ പ്രൈമ ഫേസ് നമ്മൾക്കതിൽ എന്താ പറയുക ഡിഫക്റ്റ് ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ് ആ ഒരു രീതിയിൽ ഒബ്റ്റെയിൻ ചെയ്തതിന് ആവുന്ന വ്യക്തിനെയാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുക. അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണമെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് ഗുഡ് ഫെയ്ത്തിൽ റിസീവ് ചെയ്തിരിക്കണം. ഇനി ഹി മസ്റ്റ് ഹാവ് റിസീവ്ഡ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഹാസ് നോ മെറ്റീരിയൽ ഡിഫക്റ്റ്. മെറ്റീരിയൽ ഡിഫക്റ്റ് ഒന്നും പാടില്ല. മെറ്റീരിയൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഇടാതെ സൈൻ ഇടാതെ ഒക്കെ ഉള്ള ഇൻസ്ട്രുമെൻറ്റിനാണ് മെറ്റീരിയൽ ഡിഫക്റ്റ് ഉള്ള ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിലും മേക്കറുടെ സൈൻ വേണം അല്ലേ. അപ്പോൾ സൈൻ ഇടാൻ വിട്ടുപോയി, അങ്ങനെയാണെങ്കിൽ എന്താ മെറ്റീരിയൽ അത് ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് എന്തായിരിക്കണം, ഫ്രീ ഫ്രം ഓൾ മെറ്റീരിയൽ ഡിഫക്ട്സ് ആയിരിക്കണം. ഇനി ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണമെന്നില്ല. പക്ഷേ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്താവണം, മസ്റ്റായിട്ടും ഹോൾഡർ ആയിരിക്കണം. ആദ്യം അത് പൊസസ് ചെയ്യണം. പൊസസ് ചെയ്താൽ മാത്രം പോരാ, he should be able to recover and receive the amount mentioned in that from the parties mentioned in it. ഓക്കെ, അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണമെന്നില്ല. പക്ഷേ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്തായാലും ഹോൾഡറായേ പറ്റൂ. ഇനി ഹോൾഡറിൻ്റെ കാര്യത്തിൽ ഹി മസ്റ്റ് ഹാവ് ഒബ്റ്റെയിൻ ദ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് എന്തായാലും ഒരു വാല്യുബിൾ കൺസിഡറേഷൻ കൊടുത്തിട്ട് തന്നെ ആയിരിക്കണം അത് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഹി മസ്റ്റ് ഹാവ് ഒബ്റ്റെയിൻ ദ ഇൻസ്ട്രുമെൻറ്റ് ബിഫോർ ഓർ ആഫ്റ്റർ ഇറ്റ്സ് ഡ്യൂ ഡേറ്റ്. ഹോൾഡർ ഡ്യൂ ഡേറ്റിന് മുന്നെയോ പിന്നീടോ ഇൻസ്ട്രുമെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യാം. പക്ഷേ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യേണ്ടത് അതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് പറഞ്ഞിരിക്കുന്ന മെച്യൂരിറ്റി ഡേറ്റിന് മുന്നേ ആയിരിക്കണം. ഇനി ഹോൾഡറുടെ കാര്യത്തിൽ ഹി മസ്റ്റ് ഹാവ് അക്വയർഡ് ദി ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ഓർ വിത്തൗട്ട് ദ നോട്ടീസ് ഓഫ് എനി ഡിഫക്റ്റ് ഇൻ ദ ടൈറ്റിൽ ഓഫ് ട്രാൻസ്ഫറുടെ ടൈറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് എന്ന് നോട്ടീസ് ഇല്ലാതെയോ അത് ഡിഫക്റ്റ് ഉണ്ടെന്ന് മെൻഷൻ ചെയ്തോ അക്വയർ ചെയ്യാം. പക്ഷേ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കാര്യത്തിൽ ഹി മസ്റ്റ് ഹാവ് അക്വയർഡ് ദി ഇൻസ്ട്രുമെൻറ്റ് വിത്തൗട്ട് ദ നോട്ടീസ് ഓഫ് എനി ഡിഫക്റ്റ് ഇൻ ദ ടൈറ്റിൽ ഓഫ് ട്രാൻസ്ഫർ. അതായത് നോട്ടീസൊന്നും ഇല്ലാതെ തന്നെ അക്വയർ ചെയ്യാം. അതെന്താ അങ്ങനെ പറയാൻ കാരണം സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഷുഡ് ഒബ്റ്റെയിൻ ഇറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലേ. അപ്പോൾ നോട്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഹോൾഡറിൻ്റെ കാര്യത്തിൽ ഹിസ് ടൈറ്റിൽ വിൽ നോട്ട് ബി ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ട്രാൻസ്ഫറുടെ ടൈറ്റിൽ എന്താണോ അത് തന്നെയാണ് ഹോൾഡറുടെ ടൈറ്റിൽ. അതായത് ട്രാൻസ്ഫറുടെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണെങ്കിൽ ഹോൾഡറുടെയും ഡിഫക്റ്റീവ് ആവും. അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കാര്യത്തിലോ ഹിസ് ടൈറ്റിൽ വിൽ ബി ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. ട്രാൻസ്ഫറിൻ്റെ ഡിഫക്റ്റീവ് ആണെങ്കിലും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ ടൈറ്റിൽ എന്തായിരിക്കും, അബ്സല്യൂട്ട് ആൻഡ് ഗുഡ് ആയിരിക്കും. ഇനി ഹോൾഡറുടെ കാര്യത്തിൽ ഹിസ് പൊസഷൻ ഈസ് ലെസ് സേഫർ ദാൻ ദാറ്റ് ഓഫ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ആ പൊസിഷൻ സേഫ് അല്ല ഹോൾഡറുടെ കാര്യത്തിൽ. എന്തുകൊണ്ടാണ്, ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫറുടെ ടൈറ്റിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഹോൾഡറുടെയിലും ഡിഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്തിരി സേഫ്റ്റി കുറവാണ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കാര്യത്തിലോ സേഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫക്റ്റീവ് ടൈറ്റിലൊന്നും ബാധിക്കില്ല അല്ലേ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനെ. ഇനി അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് പാസ് ത്രൂ ദ ഹാൻഡ്സ് ഓഫ് ഹോൾഡർ ഈസ് നോട്ട് ഫ്രീ ഫ്രം ഇറ്റ്സ് ഡിഫക്റ്റ്. ഒരു ഹോൾഡറിൻ്റെ കയ്യിൽ കൂടി കൈമാറ്റം ചെയ്യപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ് നീഡ് നോട്ട് ബി ഫ്രീ ഫ്രം ഡിഫക്റ്റ് ഇല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല നമ്മൾക്ക് അല്ലേ. ഡിഫക്റ്റൊക്കെ ഉണ്ടാവാം. പക്ഷേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് പാസ് ത്രൂ ദ ഹാൻഡ്സ് ഓഫ് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഈസ് ഫ്രീ ഫ്രം ഇറ്റ്സ് ഡിഫക്റ്റ്. അത് ട്രാൻസ്ഫറുടെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആരായിരുന്നു ട്രാൻസ്ഫർ, അയാളുടെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണെങ്കിൽ പോലും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കയ്യിൽ വരുമ്പോൾ അതെന്തായി, ഗുഡായി, അബ്സല്യൂട്ട് ആൻഡ് ഗുഡായി. അതുകൊണ്ട് തന്നെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റ് എപ്പോഴും ഫ്രീ ഫ്രം ഡിഫക്ട്സ് ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. സെക്ഷൻ 10 ആണ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത് എ പേയ്മെൻറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അപ്പാരൻറ്റ് ടെനർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് and without negligence to any person in possession thereof under circumstances which do not afford a reasonable ground for believing that he is not entitled to receive the payment of the amount mentioned therein. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഈ ഒരു ഡെഫിനിഷൻ അതുപോലെ തന്നെ പഠിക്കണം. എല്ലാ ഡെഫിനിഷനുകളും അതുപോലെ തന്നെ പഠിക്കണം. അതിൽ ചേഞ്ചസ് ഒന്നും നിങ്ങൾ വരുത്താൻ പാടില്ല. ഒരു കുത്തും കോമയ്ക്കും വരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സിൻ്റെ ഡെഫിനിഷൻ സെക്ഷൻ 10 അനുസരിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ വേർഡ്സും നമുക്ക് ഓരോ സെൻറ്റൻസും നമുക്ക് എടുത്ത് നോക്കാം എളുപ്പത്തിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി. അല്ല എന്താ പറഞ്ഞേക്കുന്നത്, പേയ്മെൻറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് അപ്പാരൻറ്റ് ടെനർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. അപ്പാരൻറ്റ് ടെനർ ആ ഒരു വേർഡ്, ആ ഒരു രണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് അപ്പാരൻറ്റ് ടെനർ. അപ്പാരൻറ്റ് ടെനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിലെ ഫേസിൽ ഇൻസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം പേയ്മെൻറ്റ് നടത്തേണ്ടത്. അതായത് പേ ടു എ എന്ന് പറയുകയാണെങ്കിൽ എക്ക് കൊടുക്കണം, പേ ടു ഓർഡർ അപ്പോൾ ഒരു സ്പെസിഫൈഡ് പേഴ്സൺ ഉണ്ടാവും, ആ പേഴ്സൺ കൊടുക്കുക, അല്ലെങ്കിൽ എൻഡോഴ്സി ഉണ്ടാവും, എൻഡോഴ്സിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആരെയാണോ അവിടെ പേ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത് അയാൾക്ക് കൊടുക്കുക. ഇനി ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഇന്ന് January 31st മെച്ചുവർ ആവുന്നത് ആണെങ്കിൽ അതിന് മുന്നേ പേയ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ
പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതെന്താ, ഇറ്റ് ഈസ് നോട്ട് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. അപ്പോൾ ആ അപ്പാരൻറ്റ് ടെനർ എന്താണോ ഉള്ളത് അത് തന്നെ പാലിക്കണം. അപ്പോൾ January 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ January 31 തന്നെ കൊടുക്കണം. ഓക്കെ. പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ്. ഗുഡ് ഫെയ്ത്തിൽ നെഗ്ലിജൻസ് ഇല്ലാതെയും പേയ്മെൻറ്റ് നടത്തണം. അതായത് പേയ്മെൻറ്റ് നടത്തേണ്ട വ്യക്തി ഇന്ന ആൾ തന്നെയാണ് എന്ന് നമ്മൾക്ക് തോന്നുകയാണ് പേയ്മെൻറ്റ് അടുത്ത്. സപ്പോസ് മേക്കർക്ക് തോന്നുകയാണ്, ഓക്കെ മേക്കറുടെ അടുത്ത് ഒരാൾ ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുവരികയാണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡ്യൂ ഡേറ്റിൽ January 31 January 31 മേക്കറുടെ അടുത്ത് കൊണ്ടുവരികയാണ്, ഓക്കെ ഇന്ന് ഡ്യൂ ആയിട്ടുണ്ട്, എനിക്ക് പേയ്മെൻറ്റ് കിട്ടണമെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥമായിട്ട് റിസീവ് ചെയ്യേണ്ട ഒരാളല്ല കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ എക്ക് വേറെ കാരണങ്ങളൊന്നുമില്ല അത് അയാളല്ല എന്ന് വിശ്വസിക്കാൻ. അപ്പോൾ ഒരു ഗുഡ് ഫെയ്ത്തിൽ കൊടുക്കുകയാണ്. പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് പാടില്ല. അതായത് ഇന്നൊരു വ്യക്തി ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുവരുമ്പോൾ അയാൾ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താതെ കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല. പക്ഷേ ഉറപ്പ് വരുത്തിയിട്ട് അയാളാണെന്ന് വിശ്വസിക്കപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയും. പക്ഷേ ആക്ച്വലി അയാളാവണം എന്നില്ല. ഫ്രോഡ് വരുത്തി ഫോർജ് ചെയ്തൊക്കെ കൊണ്ടുവരാം. പക്ഷേ ഗുഡ് ഫെയ്ത്തിലും വിത്തൗട്ട് നെഗ്ലിജൻസും കൊടുക്കുകയാണെങ്കിൽ അതിന് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയും. ഓക്കെ. പേയ്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു എനി പേഴ്സൺ ഇൻ പൊസഷൻ. അതായത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പൊസഷൻ ആരാണോ, ആരുടെ കയ്യിലാണോ അയാൾക്ക് അതിൽ പറഞ്ഞേക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് നടത്തണം. അത് ഇപ്പോൾ ചിലപ്പോൾ വേറെ ആളായിരിക്കാം, പക്ഷേ ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ് ആണെങ്കിൽ അത് പൊസസ് ചെയ്യുന്ന ആൾ, ഇൻസ്ട്രുമെൻറ്റ് പൊസസ് ചെയ്യുന്ന ആൾക്ക് അത് പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. Payment should not be made to a person under circumstances that give a reasonable ground for believing that he is not entitled to receive the payment. ഇനി ഒരു ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുവന്നു, വാലിഡായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുവന്നു, പക്ഷേ കൊണ്ടുവന്ന വ്യക്തി ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള വ്യക്തി ആയിരിക്കാം കൊണ്ടുവരുന്നത്, പക്ഷേ ഉറപ്പില്ല ഇന്ന ആൾ തന്നെയാണെന്ന് നമ്മൾക്ക് തോന്നുകയാണ്. അയാളുടെ ഐ ഡിയും എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ പ്രൂഫെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ തോന്നുകയാണ് അയാളെല്ലാം നമ്മൾക്കൊരു സംശയം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ഷുഡ് നോട്ട് ബി മെയ്ഡ്. ഇനി തെറ്റായിട്ട് ആളാണ് 100% ഉറപ്പാണെങ്കിൽ ഉറപ്പായിട്ടും പേ ചെയ്യരുതല്ലേ. അപ്പോൾ പേയ്മെൻറ്റ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ടു എ പേഴ്സൺ അണ്ടർ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ഗിവ് എ റീസണബിൾ ഗ്രൗണ്ട് ഫോർ ബിലീവിങ് ദാറ്റ് ഹീ ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് പേയ്മെൻറ്റ്. അപ്പോൾ റീസണബിൾ ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. റീസണബിൾ ഗ്രൗണ്ട് ഉണ്ട്, ഇന്ന വ്യക്തിയല്ല എന്ന് നമ്മൾക്ക് ആ ഒരു സാഹചര്യം നമ്മൾക്ക് തോന്നിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ മണി. പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത് മണി ആയിട്ട് തന്നെ കൊടുക്കണം. നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു ഇൻ ടേംസ് ഓഫ് മണി, പൈസ ആയിട്ട് തന്നെ കൊടുക്കണം അല്ലേ. ചാക്കരി അല്ലെങ്കിൽ ചക്ക അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എപ്പോഴും ട്രാൻസാക്ട് ചെയ്യേണ്ടത് എന്തില്ല, ഇൻ ടേംസ് ഓഫ് മണി തന്നെയാണ്. അപ്പോൾ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സും സെക്ഷൻ 10 അനുസരിച്ച് പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ ഇത്രയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൻ്റെ എന്തൊക്കെ ടൈപ്പ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കി. നമ്മൾ പല ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ്, ഡെലിവറി, പല ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നോക്കി. അപ്പോൾ നമ്മളിന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.